രക്ഷപ്പെട്ട മോഷ്ടാവ് വീണ്ടും അതേ ബൈക്ക് എടുക്കാൻ വന്നപ്പോൾ പിടിയിൽ. കൊല്ലം മുണ്ടക്കൽ സ്വദേശി സുജു ഫെർണാണ്ടസ് ആണ് പിടിയിലായത്. മയ്യനാട് റെയിൽവേ സ്റ്റേഷന് സമീപം താമസിക്കുന്ന രാജേഷിന്റെ ബൈക്കാണ് ഇയാൾ മോഷ്ടിച്ചത്. ഈ വണ്ടി ഇരിക്കുന്ന സ്ഥലത്ത് ചെന്ന് വണ്ടി നോക്കി അപ്പോൾ നമ്മളെ വണ്ടിയാണെന്ന് മനസ്സിലായി. അപ്പോൾ ആ ഏരിയ ഉള്ളവർ നമുക്ക് വണ്ടി തരത്തില്ല. വണ്ടിയുടെ പേരെന്തുവാ? വണ്ടി യമഹ RX100 ആണ്. അങ്ങനെ അവിടെ ചെന്ന് നമ്മൾ വണ്ടി നോക്കി നമ്മളെ വണ്ടിയുടെയാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്ത് അതിനുശേഷം അവർ ആ ഏരിയ ഉള്ളവർക്ക് നമുക്ക് വണ്ടി തരത്തില്ല. അങ്ങനെ സ്റ്റേഷനിൽ നിങ്ങൾ കംപ്ലയിൻറ്റ് ചെയ്തിട്ട് വന്ന് വണ്ടി എടുക്കാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഇരുവരും ശേഷമായിട്ട് ബന്ധപ്പെട്ട് അവിടെ നമ്മൾ കംപ്ലയിൻറ്റ് കൊടുത്തതിന് ശേഷം വിനീഷ് ചേരുന്നുണ്ട് വിവരങ്ങളുമായി. വിനീഷ്, ഇത്തരം മോഷണങ്ങൾ, ബൈക്ക് മോഷണങ്ങൾ പലതും പരിശോധിച്ചു കഴിഞ്ഞാൽ അതിന് പിന്നിൽ ലഹരി ഇടപാട് സംഘങ്ങളുടെ പങ്കുകൂടി പരിശോധിക്കേണ്ടതാണ്. കാരണം ഇപ്പോൾ ഈ സമീപകാലത്ത് ലഹരി ഇടപാടിനും അതോടൊപ്പം മറ്റ് മോഷണ കേസുകൾക്കുമൊക്കെ പല മോഷ്ടാക്കളും അതോടൊപ്പം ലഹരി മാഫിയയും ഉപയോഗിക്കുന്നത് മോഷ്ടിച്ച ബൈക്കുകളാണ്. അങ്ങനെ ഈ കൊല്ലം മുണ്ടക്കൽ സ്വദേശി ഇപ്പോൾ പിടിയിലായിട്ടുള്ള സുജു ഇതുപോലുള്ള ഏതെങ്കിലും മോഷണ കേസിലെയോ ലഹരി കേസിലെയോ പ്രതിയാണോ അതോ സ്ഥിരം ബൈക്ക് മോഷ്ടാവാണോ? തോമ, തീർച്ചയായും ഈ പിടിയിലായ ആളെ കുറിച്ച് കൂടുതൽ വിവരങ്ങൾ പോലീസിന് ലഭ്യമായിട്ടുണ്ട്. മുണ്ടക്കൽ സ്വദേശി സുജു എന്നാണ് ഈ പ്രതിയുടെ പേര്. ഇയാൾ നിരവധി പോലീസ് കേസുകൾ പ്രതിയാണെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. കഴിഞ്ഞ ദിവസമായിരുന്നു ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായത്. ടോം, നമുക്ക് എടുത്തു പറയേണ്ട വേറൊരു കാര്യമുണ്ട്. ഇപ്പോൾ ഉത്സവങ്ങളുടെ കാലമാണ്. ഈ നമ്മുടെ നാട്ടുപ്രദേശങ്ങളിലെല്ലാം ഉത്സവം നടക്കുന്ന സമയത്ത് ഈ വീടുകൾ കൂട്ടിയിട്ട് ഉത്സവം കാണാനായി പോകുന്ന ഒരു പതിവുണ്ട് നമ്മുടെ നാട്ടുകാർക്ക്. ഇങ്ങനെ പോകുന്നവർ അവരുടെ സുരക്ഷയും കൂടി ഉറപ്പുവരുത്തിയിട്ട് വേണം, വീട്ടുപകരണങ്ങളെല്ലാം സുരക്ഷിതമാണോ എന്ന് ഉറപ്പുവരുത്തിയിട്ട് വേണം പോകാൻ എന്നുള്ളൊരു സ്പെഷ്യൽ ബ്രാഞ്ച് അടക്കമുള്ള റിപ്പോർട്ടുകൾ നൽകിയിട്ടുണ്ട്. സൂചനയും പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ട്. പക്ഷേ ഇങ്ങനെ പോകുമ്പോൾ തന്നെ ഇത്തരം സാധ്യതകൾ മനസ്സിലാക്കിക്കൊണ്ട് ചില മോഷ്ടാക്കൾ വിലക്കുന്നതായിട്ടാണ് ഇപ്പോൾ പോലീസിൽ നിന്ന് നമുക്കറിയാൻ കഴിയുന്നത്. അങ്ങനെ ആണ് ഇത്തരത്തിലുള്ള ഇപ്പോൾ ഈ ടോം സൂചിപ്പിച്ചതുപോലെ ഒരു സംഭവം ഉണ്ടായത്. മയ്യനാടാണ്, കൊല്ലം ജില്ലയിലെ മയ്യനാടാണ് ഇത്തരത്തിലുള്ള സംഭവം ഉണ്ടായത്. വീട്ടുമുറ്റത്ത് സൂക്ഷിച്ചിരുന്ന ബൈക്കാണ് മോഷ്ടാവ് കഴിഞ്ഞ ദിവസം അപഹരിച്ചുകൊണ്ട് പോയത്. സമീപത്ത് ഒരു ഉത്സവം നടക്കുന്നതുകൊണ്ട് ഈ രാജേഷിന്റെ ഉടമസ്ഥതയിലുള്ള ബൈക്കായിരുന്നു. രാജേഷും കുടുംബവും ഉത്സവം കാണാനായി പോയ സമയത്തായിരുന്നു മോഷ്ടാവ് അവിടെ എത്തുകയും ഈ ബൈക്ക് മോഷ്ടിച്ചു കളയുകയും ചെയ്ത് സമീപ പ്രദേശത്ത് ഉപേക്ഷിക്കുകയും ചെയ്തു എന്നാണ് അറിയാൻ കഴിയുന്നത്. അങ്ങനെയാണ് രാജേഷ് ബൈക്ക് മോഷണം കുറിച്ച് പോലീസിന് വിവരം നൽകുന്നത്. പോലീസ് വന്ന് അന്വേഷിച്ചപ്പോൾ ആണ് പോലീസ് കൃത്യമായിട്ട് ചില സൂചനകൾ നൽകിയിരുന്നു. അതിൽ പ്രകാരം ഈ മോഷ്ടാവ് സ്ഥലത്തെത്തിയപ്പോൾ ഈ നാട്ടുകാർ ഇടപെട്ടു, പോലീസിന് വിവരം നൽകി. അങ്ങനെ നാട്ടുകാരുടെ ഒരു ഇടപെടലും കൂടി ഉണ്ടായപ്പോഴാണ് സംയോജിതമായിട്ട് ഈ മോഷ്ടാവിനെ സ്ഥലത്തു നിന്ന് തന്നെ പിടികൂടാൻ സാധിച്ചത്. ഇയാൾ നിരവധി മോഷണ കേസിൽ പ്രതിയാണ്, സമീപത്ത് തന്നെയുള്ള ആളാണെന്നാണ് പറയുന്നത്. ഇയാളുടെ മോഷണ രീതി ഇങ്ങനെയാണ്: ഈ മോഷ്ടിക്കുന്ന ബൈക്കുകൾ കൊണ്ടുപോയി ഇതിന്റെ പാർട്സുകൾ ഇളക്കി വിൽപ്പന നടത്തുന്ന ഈ ഒരു പ്രധാന കല്ലിയാണ്. തമിഴ്നാട് തുടങ്ങിയ പ്രദേശങ്ങളിലാണ് ഇയാൾ കൊണ്ടുപോയി വിൽപ്പന നടത്തി വന്നിരുന്നത്. ഈ ബൈക്കും സമാനമായ രീതിയിൽ മോഷ്ടിച്ചു കൊണ്ടുപോയി വിൽപ്പന നടത്താൻ വേണ്ടി തന്നെയായിരുന്നു ഈ മോഷ്ടാവ് ശ്രമിച്ചതെന്നാണ് പോലീസിന് അറിയാൻ കഴിയുന്നത്. നിരവധി മോഷണ കേസിൽ പ്രതിയാണ് ഇയാൾ. ഇപ്പോൾ വ്യക്തമാണ്. വിനീഷ് ആണ് കൊല്ലത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്. മോഷ്ടിച്ച ബൈക്ക് ഉപേക്ഷിച്ച് രക്ഷപ്പെട്ട മോഷ്ടാവ് വീണ്ടും അതേ ബൈക്ക് മോഷ്ടിക്കാൻ വന്നപ്പോഴാണ് പോലീസിന്റെ പിടിയിലായിരിക്കുന്നത്. സ്പോട്ട് ലൈവ് പൂർണ്ണമാകുന്നു. നമസ്കാരം.